ക്യാബ് ബുക്ക് ചെയ്ത് നോക്കുമായിരുന്നു, പക്ഷെ കിട്ടുന്നതില്ല. നമുക്ക് ഓട്ടോയിൽ പോവാ അച്ഛാ. അയ്യോ, ഓട്ടോയിൽ വേണ്ട മോളെ. ഈ സമയത്ത് ഓട്ടോയിൽ പോകുന്നത് അത്ര നല്ലതല്ല. മാത്രമല്ല, നിന്റെ ഭർത്താവ് അത് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പറയണ്ടല്ലോ. ക്യാബ് കിട്ടാതായി പോയാ പിന്നെ എന്താ ചെയ്യാ? എനിക്കാണെങ്കിൽ ക്യാബിൽ വരുമ്പോഴേ വല്ലാതെ ശ്വാസം മുട്ടും. ഓട്ടോയിലാകുമ്പോ സമാധാനത്തോടെ പോവാ. വേണ്ട മോളെ, അല്ലെങ്കിൽ തന്നെ. ഞാനല്ലേ പറയുന്നത് അച്ഛാ, ഓട്ടോക്കാരനോട് നമുക്ക് പതുക്കെ പോവാൻ പറയാം. അതിന് കുഴപ്പമില്ലല്ലോ. ശരി. ഓട്ടോ. പിന്നെ അവര് കുറച്ചു നേരമായി കാത്തു നിൽക്കുന്നതാ. ഹോസ്പിറ്റലിൽ വന്നതാണെന്ന് തോന്നുന്നു. അവര് വളരെ ബുദ്ധിമുട്ടുന്നുണ്ട്. ആദ്യം അവരെ ഒന്ന് കൊണ്ടാക്കാമോ? ഫാൻ ഇവിടെ ഉണ്ടായിട്ടും നീ എന്തിനാ ചുരിദാറിന്റെ ഷോൾ കൊണ്ട് വീശുന്നേ? ഫാൻ നന്നായിട്ട് കറങ്ങിയാലേ കറണ്ട് ബില്ല് കൂടുതൽ വരുമെന്ന് പറഞ്ഞ് നിന്റെ അച്ഛൻ ഫാനിന്റെ സ്പീഡ് കുറച്ച് വെച്ചിട്ട് ആ റെഗുലേറ്ററിനെ എടുത്തങ്ങ് ദൂരെ കളഞ്ഞു. ഈ ഫാൻ ഇടുന്നതും ഇടാതിരിക്കുന്നതും ഒക്കെ ഒരുപോലെയാ. ഒരു കമ്പിട്ട് തട്ടി കറക്കിയാലേ അത് കറങ്ങൂ. എന്താണ് അമ്മായിയച്ഛനെ പറ്റി എന്തോ സംസാരിക്കും പോലെ തോന്നിയല്ലോ? ഏയ് അതൊന്നുമില്ല അച്ഛാ. സന്ധ്യക്ക് നല്ല ചൂടെടുക്കുന്നുണ്ടായിരുന്നു, അതുകൊണ്ട് ഫാൻ ഇടുന്നതിനെ പറ്റി സംസാരിച്ചേ, അത്രേ ഉള്ളൂ. ഓഹോ, എടാ ഉത്തമ, നമ്മൾ കേട്ടത് അങ്ങനെ അല്ലല്ലോ, അല്ലേടാ? എന്താ അച്ഛാ, ഞാൻ അച്ഛനെ വഴക്കു പറയാണെന്ന് വിചാരിച്ചോ? എപ്പോഴും അച്ഛനെ വഴക്കു പറഞ്ഞോണ്ടിരിക്കാൻ അച്ഛൻ അത്രയ്ക്ക് മോശമാണോ? അതൊരു നല്ല ചോദ്യമാണ്. ഇന്നെന്ത് പറ്റി? ജോലിക്ക് പോകുന്നില്ലേ? ഒന്നിനും കൊള്ളാത്ത ഈ ജോലിക്ക് പകരം നിയമം പഠിച്ചിരുന്നെങ്കിലേ കൈ നിറയെ കാശ് വരില്ലായിരുന്നോ? കാശ് കൊടുത്ത് തന്നെ പഠിപ്പിക്കണമെന്ന് അച്ഛനില്ലായിരുന്നല്ലോ. വന്നിട്ടുണ്ട് ഉപദേശിക്കാൻ. ഹലോ. പോയ കാര്യം എന്തായി? പഴമാണോ പച്ചയാണോ? പച്ചയായാലും പഴുത്തതാണെങ്കിലും മരം വലുതാവണോ അച്ഛാ? ഇപ്പൊ അങ്ങോട്ട് ചെടി നട്ടതല്ലേ ഉള്ളൂ. നാളെ തന്നെ പഴം വേണമെന്ന് പറഞ്ഞാ അതെങ്ങനെയാ അച്ഛാ? എന്ന് വെച്ചാ എന്നെ മുകളിലേക്ക് എടുത്താലേ നിനക്ക് ആ വീട് കിട്ടുള്ളൂ എന്നാണോ? കരിങ്കല്ലല്ലേ, അങ്ങനെയൊന്നും നിങ്ങൾ മുകളിലോട്ട് പോവില്ല. എന്താ പറഞ്ഞേ? ഒന്നുമില്ല അച്ഛാ, ഇന്ന് ഞാൻ എന്റെ ഏട്ടത്തെ കണ്ട് നല്ല സോപ്പിട്ട് സംസാരിച്ചു വെച്ചിട്ടുണ്ട്. കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ എനിക്ക് ആ വീട്ടിലേക്ക് കയറാൻ പറ്റും. കുറച്ച് ദിവസം ഞെടോക്കെ എന്നെ കൊണ്ട് ക്ഷമിച്ച് കാത്തിരിക്കാനും നോക്കൂല കേട്ടോ. എന്ത് ചെയ്യണമെന്നുണ്ടെങ്കിലും ഇന്ന് തന്നെ ചെയ്യണം, ഇപ്പോ തന്നെ ചെയ്യണം. പിങ്കിക്ക് ആ വീട്ടിലെ മരുമകളാകാൻ കഴിയില്ല, അവളായില്ല. പക്ഷേ പിങ്കിയെ മറ്റാർക്കെങ്കിലും കല്യാണം കഴിച്ചു കൊടുക്കുന്നതിന് മുമ്പായിട്ട് ആ വീട് നമുക്ക് കിട്ടണം. മനസ്സിലായോ? അതല്ല അച്ഛാ. നീ വേറൊന്നും പറയണ്ട. നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യേ, ഇല്ലെങ്കിൽ ഞാനുണ്ടല്ലോ. ആരെയും വെറുതെ വിട്ടെന്ന് വരില്ല, ഓർത്തു വച്ചോ. ശരി അച്ഛാ, ഇന്ന് തന്നെ ഇതിലൊരു തീരുമാനം ഉണ്ടാക്കാം.
തീരുമാനം ഉണ്ടാക്കുമെന്നേ പറഞ്ഞോളൂ. ആരുടെ കാര്യത്തിലാണെന്ന് പറഞ്ഞില്ലല്ലോ. അതും ശരിയാ. സൂക്ഷിച്ച്. നിങ്ങൾ അവളെ പിടിക്കണ്ട. എന്റെ ഭാര്യയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനായിട്ട് നിങ്ങളോട് ആരാ പറഞ്ഞേ? ഏട്ടാ പ്ലീസ്. നീ ഒന്ന് മിണ്ടാതിരിക്കും പൂർണിമ, നിനക്കൊന്നും അറിയില്ല. നിന്നെ ഓർത്ത് മാത്രമാണ് ഞാൻ ഈ മനുഷ്യനെ സഹിക്കുന്നേ. ഇളയമേ, സോറി അതി, നീ പൂർണിമയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് എന്നോട് പറഞ്ഞായിരുന്നു. പക്ഷേ അർജന്റായിട്ട് എനിക്കൊരു ജോലി ഉണ്ടായിരുന്നു, അതുകൊണ്ട്. ഇല്ല ഇളയമേ, അത് വേണ്ട. എന്റെ മകളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ആരും എന്നോട് പറഞ്ഞതല്ല, ഞാൻ തന്നെ കൊണ്ടുപോയതാ. നിനക്കിഷ്ടമായില്ലെങ്കിൽ എന്നോട് ക്ഷമിക്കേ. നിങ്ങളോട് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ലിമിറ്റ് ക്രോസ് ചെയ്യരുതെന്ന്. എത്ര തവണ പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാവില്ല. നിങ്ങൾക്കൊപ്പം പൂർണിമ വരുന്നത് എനിക്ക് ഇഷ്ടമല്ലെന്ന് അറിയാമായിരുന്നിട്ടും എന്നെ ഇറിറ്റേറ്റ് ചെയ്യുന്നതായിരുന്നു നിങ്ങളുടെ ഉദ്ദേശം അല്ലേ? ആദി, ഏട്ടന് പൂർണിമ സ്വന്തം മകളെ പോലെയാ. ആ സ്നേഹത്തിലെ അദ്ദേഹം കൂട്ടിക്കൊണ്ടുപോകാൻ തയ്യാറായത്. നീ എന്തിനാ ഇതൊക്കെ ഇത്ര വലുതായിട്ട് എടുക്കുന്നത്? ഇളയമയ്ക്ക് ഇതൊന്നും മനസ്സിലാവില്ല ഇളയമേ. എന്റെ ഭാര്യയുടെ കാര്യത്തിൽ ഞാൻ കുറച്ച് കെയർഫുൾ ആണ്. മറ്റുള്ളവർ ഞങ്ങളുടെ കാര്യത്തിൽ കൂടുതൽ ഇടപെടാൻ ശ്രമിച്ചാ പിന്നെ നടക്കുന്ന വേറെ ആയിരിക്കും. ഇയാൾ ഇതുവരെ ചെയ്തതൊക്കെ അനുഭവിച്ച് എനിക്ക് മതിയായി. ഇനിയും നഷ്ടങ്ങൾ ഉണ്ടാവാൻ ഞാൻ അനുവദിക്കില്ല. പൂർണിമ, താമസിച്ചു പോയല്ലോ. അമ്മാവൻ ചോദിച്ചാ ഞാൻ എന്താ പറയാ? അമ്മാവനിപ്പോ കേശവൻ ചേട്ടനോട് പുറത്തു പോയതായിരിക്കും. എവിടെ പോയിട്ടാ ഇപ്പൊ ഈ വരുന്നത്? അമ്മാവാ, അമ്മാവൻ കഴിച്ചായിരുന്നോ? കഴിച്ചില്ലെങ്കിൽ ഞാനിപ്പോ എടുത്തു വെക്കാം. ഞാൻ കഴിക്കുന്നതിനെ പറ്റി പിന്നീട് നോക്കാം. നീ ഇപ്പൊ എവിടെ പോയിട്ടാ വരുന്നേ? ക്ഷമിക്കണം അമ്മാവാ. അപ്പോ നീ എന്താ എത്ര പെട്ടെന്ന് ഓഫീസിൽ നിന്ന് വന്നത്? കഴിച്ചിട്ട് പോവാന്ന് കരുതി വന്നതാ. ഓഫീസിൽ നിനക്കിപ്പോ ഒരു ജോലി ഇല്ലേ? ഉണ്ട്. എല്ലാ ജോലിയും ഞങ്ങൾ നോക്കിക്കോളാം. നീ വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ച് സമാധാനമായിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു. വീട്ടിൽ വന്ന ഉടനെ ചോദ്യം ചെയ്യലും. എന്താമേ, ഇപ്പൊ ഭക്ഷണം എടുക്കുന്നോ അതോ ഇങ്ങനെ നിൽക്കാൻ പോകുന്നോ? ചെല്ല്, എനിക്കും കൂടെ ഒരു പാത്രം എടുത്ത് വെക്ക. ഞാൻ ഗുളിക എടുത്തോണ്ട് വരാം. ശരി അമ്മാവാ. അപ്പോ വന്നേ. അമ്മേ, ശ്രീ എവിടെ? അവള് ബുക്ക് സ്റ്റോറിലേക്ക് പോയല്ലോ. ഉച്ചയ്ക്ക് എങ്ങനെയാ വരുന്നേ? ഓ ശരിയാണല്ലോ, ഞാനങ്ങ് മറന്നുപോയി. എടാ, അവളിവിടെ ഉണ്ടാവുന്ന കരുതി വന്നതല്ലേ? വേഗം ഭക്ഷണം എടുത്ത് വെക്കാമേ, എനിക്ക് ഓഫീസിലേക്ക് പോകാനുള്ളതാ. ശ്രീയുടെ അച്ഛൻ്റെ അസുഖത്തെ പറ്റി ഞാൻ ആരോടും പറയാതെ തെറ്റ് ചെയ്യുവാണോ? ദൈവമേ, ഇവരെല്ലാരും അറിയുന്നതിന് മുമ്പ് ചേട്ടൻ്റെ അസുഖം മാറ്റിത്തരണേ. മോളെ, ഇത് ആഹാരം കഴിക്കുന്ന സ്ഥലമാ. അതുകൊണ്ട് എനിക്കിവിടെ ഇരുന്ന് നെയിൽസ് ഷേപ്പ് ചെയ്യാൻ പാടില്ലെന്നുണ്ടോ? ഇത് എന്റെ വീടാ. ഇവിടെ ഞാൻ എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യും.
ഇതൊക്കെ ചോദിക്കാൻ നിങ്ങളാരാ? മോളെ അത് പിന്നെ ഇതുകൊണ്ടാ പറയുന്നേ ജോലിക്കാരെ എടുത്ത് തലയിൽ വെക്കാൻ പാടില്ല എന്ന്. നിധി, നീ കൂടുതൽ സംസാരിക്കുക. നിന്നേക്കാൾ പ്രായത്തിൽ മൂത്തവരാ, അതുകൊണ്ട് ബഹുമാനത്തിൽ സംസാരിക്കുക. ബഹുമാനം കാണിച്ച് സംസാരിക്കുന്ന എന്തിനാ? ജോലിക്കാരോടൊക്കെ ബഹുമാനം കാണിച്ച് പൂജയൊക്കെ ചെയ്യാനായിട്ട് എനിക്കെന്താ വേറെ ഒരു ജോലി ഇല്ലെന്നാണോ കരുതിയിരിക്കുന്നേ? നിധി, ഇതല്ലാതെ നിനക്ക് വേറെ ഒരു ജോലിയില്ലേ? നിന്റെ ചേട്ടൻ പ്രതീക്ഷിക്കുന്നത് പോലെ നിനക്ക് നല്ലൊരു കരിയർ ഉണ്ടാകണം. അതൊക്കെ മറന്ന് വെറുതെ സമയം കളഞ്ഞ് മൂത്തവരോട് ബഹുമാനമില്ലാതെ സംസാരിക്കരുത്. മോം 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 എന്താ ഉണ്ടായേ? കണ്ടില്ലേ മോം, ഇവരൊക്കെ ഒരുമിച്ച് ചേർന്ന് എന്നെ ഹ്യൂമിലിയേറ്റ് ചെയ്യാൻ നോക്കുക. നിധി, നിന്നെ ആരും ഇവിടെ ഒന്നും പറഞ്ഞില്ല. വെറുതെ എന്തിനാ കാര്യങ്ങൾ വലുതാക്കുന്നേ? പത്മിനിയമ്മ ഈ വീട്ടിലെ ഏറ്റവും മുതിർന്ന ആളാ. അങ്ങനെയുള്ള അവരെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നല്ലതിന് വേണ്ടിയാ. കേട്ടില്ലേ മോം, എന്നെ ഉപദേശിക്കാൻ നോക്കുക. പൂർണിമേ, ഇവള് പറഞ്ഞതിൽ തെറ്റുണ്ടായിരിക്കാം. അത് പറയേണ്ട രീതിയിൽ പറഞ്ഞു മനസ്സിലാക്കിയാൽ അവളത് മനസ്സിലാക്കിക്കോളും. ഞാൻ പറഞ്ഞു മനസ്സിലാക്കുകയാണ് ചെയ്തത്. അങ്ങനെയൊന്നും അല്ല മോം. എന്റെ കരിയറിനെ കുറിച്ചൊക്കെ എന്തിനാ സംസാരിക്കുന്നേ? അതിനെ കുറിച്ച് പറയാൻ ഇവരാരാ? നിധി, ഇത് എന്ത് ചിപ്സ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നോ എന്തോ, ഉപ്പും എരിവും ഒന്നുമില്ല. ഒരുമാതിരി വയസ്സന്മാർക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് പോലെ. തുളസി, നിന്റെ മരുമകൾ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ചെന്ന് കഥ തുറന്നു കൊടുക്ക്. അതെ, ഇങ്ങോട്ട് വരുമ്പോ കുറച്ച് ചിപ്സ് കൂടെ എടുത്തോണ്ട് വാ. അതിവിടെ വെക്ക്. മോളെ, എന്ത് പറ്റിയതാ? എന്താ ഈ ബാൻഡേജ്? ഇനി ആ വീട്ടിൽ കഴിയാൻ പറ്റില്ലമ്മേ. ജനിച്ച വീട്ടുകാർക്ക് തന്നെ ഒരു വിലയില്ല എന്ന് പറഞ്ഞ് എന്നെ ഒരുപാട് ഉപദ്രവിക്കോ അവിടെ. അയ്യോ ദൈവമേ, മോള് കരയണ്ട. അമ്മാവനാണെങ്കിൽ വീട്ടിലും ഉണ്ട്. ഞാൻ എന്ത് ചെയ്യാനാ? എന്താ അമ്മ ഇത്? അമ്മയുടെ മോൾക്ക് ഇങ്ങനെ പരിക്ക് പറ്റി വന്നിരിക്കുന്നു. എന്നിട്ടും അമ്മയുടെ അമ്മായിയച്ഛനെ ഭയന്നോണ്ടിരിക്കാണോ? അവിടെ നിന്നാണെങ്കിൽ എന്നെ പുറത്താക്കി, ഇവിടെ ആണെങ്കിൽ കേറ്റൊന്നുമില്ല. ഇനി ഞാൻ എന്താ ചുടുകാട്ടിലേക്ക് പോണോ? അങ്ങനെയൊന്നും പറയാതെ മോളെ, വിഷമമുണ്ട്. അത്രയ്ക്ക് വിഷമം ഉണ്ടെങ്കിൽ എന്താ എന്നെ അകത്തോട്ട് കേറ്റാത്തത്? ചേട്ടനോടും ഏട്ടത്തിയോടും പറ, അവർ ഉറപ്പായും എന്നെ സപ്പോർട്ട് ചെയ്യും. അപ്പൊ മുത്തച്ഛനും എന്നെ അകത്തേക്ക് കയറ്റും. പ്ലീസ് അമ്മേ. പറയാമേ, ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? ഇപ്പൊ നീ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഇങ്ങോട്ട് എങ്ങനെ വന്നോ അതുപോലെ തിരിച്ചു അങ്ങോട്ട് പൊയ്ക്കോ. അങ്ങനെയൊന്നും പറയില്ല മുത്തശ്ശ. ആ വീട്ടിൽ നിന്ന് പുറത്താക്കി. മുത്തശ്ശൻ ഇത് കണ്ടില്ലേ? നിങ്ങളും കൂടി എന്നെ പുറത്താക്കിയ ഞാൻ എങ്ങോട്ട് പോവാനാ? ഇവിടെ എന്താ നടന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ മുതിർന്നവരെ എതിർത്ത് സംസാരിക്കുന്നത് നല്ലതല്ല. അപ്പൊ അവർക്ക് മാത്രം സംസാരിക്കാമോ വല്യച്ഛ? പൂർണിമ പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല. അവൾ നീ നിന്റെ ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിക്കുന്ന നിന്നോടുള്ള സ്നേഹം കൊണ്ട് പറഞ്ഞതാ. ഇവര് പുറത്തുനിന്ന് വിവാഹം കഴിച്ചിങ്ങോട്ട് വന്നതല്ലേ. എന്റെ കരിയറിനെ കുറിച്ചൊക്കെ സംസാരിക്കാൻ ഇവരാരാ വല്യച്ഛ? നിധി, പ്രായം കൂടുന്നതനുസരിച്ചുള്ള പക്വത കാണിക്കണം. നിന്റെ അച്ഛൻ ഇത് കണ്ടു കഴിഞ്ഞാൽ എന്തുമാത്രം വിഷമം ഉണ്ടാവുമെന്നറിയാമോ? പൂർണിയോടും പത്മിനി അമ്മയോടും സോറി പറയേ. ആരും ആരോട് സോറി പറയേണ്ട കാര്യമൊന്നുമില്ല.
ഒരു സോറി പറയുന്നോണ്ട് എല്ലാ കാര്യങ്ങളും ശരിയാകുമായിരുന്നെങ്കിൽ എന്റെ അമ്മയുടെ ഫോട്ടോയിലെ ഹാരം വീഴില്ലായിരുന്നു. നിന്റെ അച്ഛൻ ഇതൊക്കെ കണ്ടാ വിഷമിക്കുമെന്ന് ഇയാൾ പറഞ്ഞിരുന്നില്ലേ? ഇളയച്ചന് സംഭവിച്ച കാര്യങ്ങൾക്ക് ആരാ കാരണക്കാരൻ? മറ്റുള്ളവരോട് ക്ഷമാപണം നടത്താൻ പറയുന്നതിന് മുമ്പ് സ്വന്തം യോഗ്യത എന്താണെന്ന് അവനവൻ അറിഞ്ഞിരിക്കണം. ആദി, സ്റ്റോപ്പ് ഇറ്റ്. ഒന്നിനോട് മറ്റൊന്ന് ബന്ധപ്പെടുത്തി സംസാരിക്കരുത്. ഓരോ കാര്യത്തിനും ഇങ്ങനെ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തി സംസാരിച്ച എനിക്ക് സഹിക്കാൻ പറ്റില്ല. ഈ കുടുംബത്തിന്റെ ഗൃഹനാഥനാണ് അദ്ദേഹം. Give him the respect he deserves. മതി, എഴുന്നേക്ക്. ഇതൊക്കെ ഈ വീട്ടിൽ നിന്ന് നീ ഒളിച്ചോടി പോകുന്നതിന് മുമ്പേ ആലോചിക്കേണ്ടതായിരുന്നു. ഇപ്പൊ വന്ന് എന്റെ കാലിൽ വീണാ ഞാൻ എന്ത് ചെയ്യാനാ? മുത്തശ്ശൻ എന്തെങ്കിലും ഒന്ന് ചെയ്യണം മുത്തശ്ശ. ഞാൻ എന്ത് ചെയ്യണമോ അത് ചെയ്തു. നിന്നെ കുഞ്ഞുനാള് മുതൽ തന്നെ നോക്കി തന്നെയാ വളർത്തിയത്. നല്ല മര്യാദയ്ക്ക് തന്നെയാ വളർത്തിയത്. ഒളിച്ചോടിയപ്പോ ഈ മുത്തച്ഛന്റെ സ്നേഹം നിനക്ക് ഓർമ്മ വന്നില്ലല്ലേ? ഇവിടെ വന്ന് കംപ്ലൈന്റ് പറയുന്നതിനേക്കാൾ നല്ലത് നിന്റെ ഭർത്താവിനോട് ചെന്ന് പറയേ. ആ വായി നോക്കി ചെറുക്കൻ നിന്നെയും കൊണ്ട് ഒളിച്ചോടി പോവാൻ തീരുമാനിച്ചപ്പോ കെട്ടിയ പെണ്ണിനെ സംരക്ഷിക്കുന്നതിനെ പറ്റിയും ആലോചിക്കണമായിരുന്നു. അവന്റെ അച്ഛനെ കാണുമ്പോ തന്നെ ഭയപ്പെടുന്നു. വൃത്തികെട്ട ചെറുക്കൻ. പറയ് നിങ്ങൾ ഈ പറയുന്നതിനൊക്കെ മുതലും പലിശയും ചേർത്ത് ഞാൻ തരുന്നുണ്ട്. എന്റെ കണ്ണുനീരിൽ നിങ്ങൾ അഴിയുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. ജഗന്നാഥൻ സന്ധ്യ അമ്മാവൻ. യെസ്. ഈ ഉരുട്ട് വണ്ടിയിൽ പോകുന്നതിനെക്കാട്ടി ഞാൻ നടന്നു പോകുന്നതായിരുന്നു നല്ലത്. ഇറങ്ങി പോടാ. ആരെങ്കിലും വേണ്ടെന്ന് പറഞ്ഞോ? ആ ശരി, പോ. ആരോ ഫോൺ ചെയ്യുന്നു. ഞാൻ നോക്കാം. ശ്രദ്ധിച്ചടാ. നോക്കി. അയ്യോ അളിയാ, ഏതോ പുതിയ നമ്പറാ. ഹലോ ഹലോ, ജഗന്നാഥനല്ലേ? ആ, ഞാൻ സിറ്റി വനിതാ പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് നിങ്ങളെ വിളിക്കുന്നത്. നിങ്ങള് സന്ധ്യയുടെ അമ്മാവനല്ലേ? മാഡം. അതെ മാഡം, ഞാൻ തന്നെയാ. എന്ത് പറ്റി മാഡം? മരുമകളെ ദ്രോഹിച്ച് സ്വന്തം വീട്ടിലേക്ക് പറഞ്ഞു വിട്ടിട്ട് ഇപ്പൊ എന്നോട് തന്നെ എന്താണെന്ന് ചോദിക്കുവാണോ? സ്ത്രീകളെ പീഡിപ്പിച്ചാൽ എന്താ ശിക്ഷ എന്നറിയാമോ? കുറഞ്ഞ പക്ഷം 3 വർഷം ജയിലിൽ കിടക്കേണ്ടി വരും. മാഡം, നിങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുക. ഞാൻ എന്തിനാ എന്റെ മരുമകളെ തല്ലുന്നത് മാഡം? അപ്പോ അവരുടെ തലയിലെ ബാൻഡേജ്, മുറിവ്. മാഡം, പുറത്ത് ബാൻഡേജ് മാത്രമേ ഉള്ളൂ, അകത്ത് മുറിവൊന്നും ഇല്ല.